വെൽക്കം ടു ജുലീനാസ് കിച്ചൺ. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് പൈനാപ്പിൾ പുഡിംഗ് ആണ്. ചൈന ഗ്രാസും ജലാറ്റിനും ഒന്നും ഉപയോഗിക്കാതെ നമുക്കൊരു പൈനാപ്പിൾ പുഡിംഗ് വളരെ ഈസിയായി തയ്യാറാക്കാം. പാൽ 1/2 ലിറ്റർ, പൈനാപ്പിൾ ചെറുതായി അരിഞ്ഞെടുത്തത് 1.5 കപ്പ്, അത് ഞാൻ 250 ml മെഷർമെൻറ്റ് കപ്പിലാണ് അളന്നിരിക്കുന്നത്. കണ്ടൻസ്ഡ് മിൽക്ക് 1 കപ്പ്, പൈനാപ്പിൾ എസൻസ് 1/2 ടീസ്പൂൺ, പഞ്ചസാര 6 ടേബിൾ സ്പൂൺ, കസ്റ്റർഡ് പൗഡർ 4 ടേബിൾ സ്പൂൺ, വെള്ളം ആവശ്യത്തിന്. ആദ്യം നമുക്ക് ചൂടായ പാനിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പൈനാപ്പിൾ കഷ്ണങ്ങൾ ഇടാം. ഇനി ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ഇടാം. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെള്ളവും കൂടെ ഒഴിച്ച് ഇത് വേവിച്ചെടുക്കാം. ഇതിൽ വെള്ളമെല്ലാം വറ്റിയിട്ടുണ്ട്, പഞ്ചസാരയൊക്കെ നന്നായി മെൽറ്റായിട്ടുണ്ട്. ഇനി നമുക്കിത് ഓഫ് ചെയ്ത് ഇത് തണുക്കാനായി മാറ്റി വയ്ക്കാം. നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പാലിൽ നിന്നും അല്പം പാൽ ഈ പാത്രത്തിലേക്ക് എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് കസ്റ്റാർഡ് പൗഡറിലേക്ക് ഒഴിച്ച് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തെടുത്തു. ഇനി ഒരു സോസ് പാൻ വെച്ച് അതിലേക്ക് പാലൊഴിക്കാം. ഇതിലേക്ക് കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നന്നായി ഇളക്കിക്കൊണ്ടിരിക്കണം. ഇപ്പോൾ പാല് തിളച്ച് വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ഇടാം. കസ്റ്റാർഡ് ആകുമ്പോൾ നല്ല മധുരം വേണമല്ലോ, അപ്പോൾ അതിനാണ് നമ്മൾ 3 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ഇടുന്നത്. മിൽക്ക് മെയ്ഡ് മാത്രം ചേർത്താൽ പോരാ. ഇപ്പോൾ പാല് നന്നായി ഒന്നുകൂടെ തിളച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അല്പമായി കസ്റ്റാർഡ് പൗഡർ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഒഴിക്കാം. ഇത് ഒഴിക്കുമ്പോൾ ഇളക്കിക്കൊണ്ടിരിക്കണം. ഇനി ഇതിലേക്ക് പൈനാപ്പിൾ എസൻസ് ഒഴിക്കാം. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ ഇത് നന്നായി തിക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന പൈനാപ്പിളിൽ നിന്നും കുറച്ചെടുത്ത് ഇതിലേക്ക് ഇടാം. മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ ചൂട് കുറച്ച് ആറിയതിന് ശേഷം നമുക്ക് ഒരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന പൈനാപ്പിൾ ബാക്കിയുള്ളത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് അല്പം ബദാം കൂടെ ഇട്ട്
ഡെക്കറേറ്റ് ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ഇട്ട് ഇത് ഡെക്കറേറ്റ് ചെയ്യാം കേട്ടോ. ഇന്നത് വേണമെന്നൊന്നുമില്ല. നിങ്ങളുടെ ഇഷ്ടാനുസരണം നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഇത് ഡെക്കറേറ്റ് ചെയ്യാം. ഞാനിവിടെ അല്പം ചെറിയും അല്പം ബദാമും പിന്നെ വേവിച്ച് വെച്ച പൈനാപ്പിൾ പീസസുമാണ് ഇടുന്നത്. ഇനി നമുക്കിത് ഒരു 3 മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള പൈനാപ്പിൾ പുഡിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്കെല്ലാവർക്കും ഇത് ഇഷ്ടമായാൽ ജുലീനാസ് കിച്ചൺ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. മറ്റൊരു റെസിപ്പിയുമായി നമുക്ക് ഉടനെ കാണാം. താങ്ക് യു.